നമസ്കാരം ഗൈസ്, സഞ്ജയ് ഹിയർ. വെൽക്കം ടു ട്രിപ്പ് കപ്പിൾ. എല്ലാവരും നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിരിക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. റിയ ക്യാമറയുടെ ബാക്ക് ഉണ്ട്. റിയ ഒരു ഹായ് പറഞ്ഞേ. നമ്മുടെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ വന്ന ക്വസ്റ്റ്യൻസ് ട്രാവൽ റിലേറ്റഡ് അല്ല. ഞങ്ങളുടെ ക്യാമറ ഏതാണ്, ഞങ്ങളുടെ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ഏതാണ്, ഞങ്ങളുടെ ക്യാമറ ബാഗിനകത്തുള്ള സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വന്നേക്കണേ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യണം. ഇന്നത്തെ ഒരു കുട്ടി എപ്പിസോഡാണ്. അപ്പോൾ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഞങ്ങളുടെ ക്യാമറ ബാഗിനകത്തുള്ള എക്യുപ്മെൻറ്റ്സ് എന്താണ്, ഞങ്ങളുടെ ബാക്കിയുള്ള സംഭവങ്ങൾ എല്ലാം എന്താണെന്ന് കാണിച്ചു തരാമാണ്. ഓക്കെ, ഞങ്ങൾ എവിടെ ട്രാവൽ ചെയ്താലും ഇപ്പോൾ കപ്പലിലാണ് പോകണേ, പ്ലെയിനിലാണ് പോകണേ, കാറിലാണ് പോകണേ, ബൈക്കിലാണ് പോകണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഇത്ര പേര് സാധനങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു കിണ്ണം കാച്ച് വീഡിയോ എത്തിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും സംഭവങ്ങളുടെ ആവശ്യമുണ്ട്. ഞങ്ങൾ ആദ്യം ഓരോ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ക്യാമറ ബാഗൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഉള്ള ലഗേജിന് തുണിയുടെ ഇടയിലൊക്കെ ഞങ്ങൾ ആകെപ്പാടുണ്ടായിരുന്നു. ഒരേ ഒരു ക്യാമറേൻ്റെ അത് സ്റ്റക്ക് ചെയ്ത് വെച്ചാണ് ഞങ്ങൾ കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾക്ക് ക്യാമറകളുടെയൊക്കെ എന്താ പറയുക യൂസേജുകൾ പെരുകി ഞങ്ങൾ കുറേ സാധനങ്ങൾ വാരിക്ക് കിട്ടി. എനിക്കാണെങ്കിൽ പിന്നെ ഗ്യാസിൻ്റെ അസുഖമുണ്ട്. ഗ്യാസിൻ്റെ അസുഖം അതല്ല, ഗിയർ ആക്സിഡൻറ്റ് സിൻഡ്രോം എന്നാണ് അതിന് പറയുന്നത്. ഇതൊരു പോപ്പുലർ ആയിട്ടുള്ളൊരു വേർഡാണ് ഇവിടെ. അപ്പോൾ ഈ സംഭവം മൊത്തം കാണുമ്പോൾ വാങ്ങിച്ചു കൂട്ടാനുള്ള ഒരു ത്വര കാരണം ഇത്രയും പറ്റിയ സാധനങ്ങൾ ഞങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഞങ്ങൾക്ക് കട്ട യൂസ്ഫുള്ളാണ്. ഞങ്ങൾ ആവശ്യമില്ലാണ്ട് ഒരു സാധനം പോലും വാങ്ങിച്ചിട്ടില്ല എന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ ലോപ്രോ എന്ന് പറഞ്ഞ ഈ ബ്രാൻഡിൻ്റെ ഒരു ബാഗാണ്. പിന്നെ ബാക്കിൽ നല്ല കിള്ളം പാഡിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇട്ടാലും അത്ര വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യില്ല. അപ്പോൾ ക്യാമറ ബാഗിൻ്റെ രണ്ട് സൈഡിൽ നോക്കി രണ്ട് കുട്ടി ട്രൈപോഡ് കാണാൻ പറ്റും. ഇത് രണ്ടും ജോബി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ട്രൈപോഡറാണ്. ഇപ്പോൾ കയ്യിലൊക്കെ പിടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. ഞങ്ങൾക്ക് ആദ്യം ഈ ഒറ്റ ട്രൈപോഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ പഴയ ചെറിയ ക്യാമറ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. ഇത് വാങ്ങിച്ച് ഓൾമോസ്റ്റ് 2 വർഷം. ഇപ്പോഴും അത് ഹെവി ഡ്യൂട്ടിയാണ്. ഇപ്പോഴും സാധനങ്ങൾ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അത് കൂടാണ്ട് ഞങ്ങൾ പുതിയ ക്യാമറ വാങ്ങിച്ചപ്പോൾ അതിൻ്റെ കൂടെ വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പുതിയ കുറച്ചുകൂടി വെയിറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് പുതിയ സെയിം ബ്രാൻഡിന് തന്നെ വേറെ പുതിയൊരു ട്രൈപോഡ് ഞങ്ങൾ വാങ്ങിച്ചു. അപ്പോൾ ഈ ക്യാമറ ബാഗിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു. ഓക്കെ, ഈ ബാഗിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ബാക്കിൽ നിന്ന് തുറക്കാൻ പറ്റില്ല, ഫ്രണ്ടിൽ നിന്ന് ആർക്കും തുറക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ ബാക്കിലൊക്കെ ഇട്ടുകൊണ്ടിരുന്നത് നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ പല കള്ളന്മാരൊക്കെ വന്ന് ബാക്കിൽ നിന്ന് മോഷ്ടിക്കാമെന്ന് നോക്കി കഴിഞ്ഞാൽ അവർക്ക് ഒന്നും കിട്ടില്ല. പിന്നെ ബാക്കിൽ നിന്നാണ് എൻ്റെ ഓപ്പണിങ്. തുറക്കുമ്പോൾ തന്നെ എന്താണ് വലിയൊരു ഉത്സവം നടന്ന പോലെ സംഭവമാണ് ഇതിൻ്റെ അത് കാണുന്നത് മൊത്തം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സെക്കൻഡറി ക്യാമറ. പണ്ടത്തെ ഞങ്ങളുടെ എല്ലാ സംഭവവും ഷൂട്ട് ചെയ്ത് തരുന്ന ഇത് വെച്ചിട്ടായിരുന്നു. ഞങ്ങളുടെ സോണി A6300 എന്ന് പറഞ്ഞ ക്യാമറയും അതുപോലെ തന്നെ 55-210 സൂം ലെൻസും. ദൂരെ നിൽക്കുന്ന ആൾക്കാർ നല്ല ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടിരിക്കുന്ന ഷോർട്സൊക്കെ കണ്ടില്ലേ, അത് മൊത്തം ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ലെൻസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ കിറ്റ് ലെൻസ് ഉണ്ട്. ഞങ്ങളുടെ ഇതിന് മുമ്പ് നടന്നേക്കണം ആ ഗ്രേറ്റ് ഔട്ട്ഡോർസ് എന്ന സീരീസിനകത്ത് കണ്ടത് നിങ്ങൾ കിണ്ണങ്കാച്ചി ഷോർട്സ് മൊത്തം എടുത്തേക്കുന്നത്. ഓൾമോസ്റ്റ് 90% ഷോർട്സ് എടുത്തേക്കുന്നത് ഈ കിറ്റ് ലെൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത്രയും ക്വാളിറ്റി ഉണ്ട് ഈ സാധനത്തിന്. അതുപോലെ തന്നെ ഞങ്ങൾ സൈഡിൽ വെച്ചേക്കുന്നതാണ് ഒരു 50mm 1.8 ഒരു പ്രൈം ലെൻസാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല കട്ട ബ്ലറായിട്ട് നല്ല ആർട്ടിസ്റ്റിക് ഫീലിലുള്ള ഷോർട്സ് ഒക്കെ എടുക്കാനായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് 50mm നിഫ്റ്റി 50 എന്ന് പറയുന്ന ഈ ലെൻസാണ്. അതുപോലെ തന്നെ ഞങ്ങൾ സൈഡിലോട്ട് നോക്കി കഴിഞ്ഞാൽ ഈ ബാഗിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കമ്പാർട്ട്മെൻറ്റായിട്ട് നമുക്ക് തിരിക്കാൻ പറ്റും. ഓരോരോ ചെറിയ ചെറിയ സ്പോട്ടുകൾ നമുക്ക് തന്നെ ഡിവൈഡ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഞങ്ങൾ ഈ സൈഡിലുള്ള വേറൊരു ചെറിയൊരു പോർട്ടിനകത്തായിട്ട് ഞങ്ങളുടെ അടുത്ത 2 ക്യാമറകളായ 2 ഗോപ്രോ ഉണ്ട്. ഇത് ഞങ്ങളുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഗോപ്രോ ഹീറോ 2018 എന്ന് പറഞ്ഞ എഡീഷനും ഇത് ഗോപ്രോ ഹീറോ 4 ആണ്. ഇത് വെച്ചാണ് ഞങ്ങൾ കട്ട വൈഡ് ആയിട്ടുള്ള ഷോർട്സ് മൊത്തം എടുക്കണം. അല്ല ആക്ഷൻ ക്യാമറ അങ്ങനത്തെ ഷോർട്സ് മൊത്തം എടുക്കുന്നത് ഇത് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഈ താഴെയായിട്ടുള്ള 2 സൈഡിൽ ഗോപ്രോയുടെ ആക്സസറീസും കുറേ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന ചെറിയൊരു ഗ്യാപ്പ് എന്താണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കണം. ആ ഗ്യാപ്പിലാണ് ഞങ്ങളുടെ പ്രൈമറി ക്യാമറയും ലെൻസ് വീഡിയോ ഞങ്ങൾ വയ്ക്കാനായിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഗ്യാപ്പാണത്. ഇപ്പോൾ ഞങ്ങളുടെ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടാവും സോണി A7 IIIയുടെ ഞങ്ങളുടെ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ക്യാമറ ഞങ്ങൾ വാങ്ങിച്ചിരുന്നു. അത് വയ്ക്കാനുള്ള ചെറിയൊരു സ്പേസ് ഞങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയ മോളിലായിട്ട് ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് സംഭവങ്ങളൊക്കെ വയ്ക്കാൻ പറ്റും. അത് ഇവിടെ നിന്നൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും, മോളിൽ നിന്നാണ് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ ക്യാമറ ബാഗിൻ്റെ ഈ ഭാഗത്തുള്ള സംഭവങ്ങളാണ് ഇത് മൊത്തം. ഇനി എൻ്റെ ഫ്രണ്ടിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറേ സ്പേസ് ഉണ്ട്. അതിനകത്ത് തന്നെ ഇപ്പോൾ ഞങ്ങളൊരു 2 day ട്രാവൽ അല്ലെങ്കിൽ 3 day ട്രാവൽ അല്ലെങ്കിൽ ഒരു ആഴ്ച നടത്തുന്ന ട്രാവലാണ്. ഇങ്ങനെ കുറേ ചാർജറുകളും കുറേ SD കാർഡുകളുടെ മൊത്തം ആവശ്യമുണ്ട്. അത് മൊത്തം ഞങ്ങൾ കീപ്പ് ചെയ്യണത് ഇതിനകത്താണ്. അതുപോലെ തന്നെ ക്യാമറ ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ഉണ്ട്, ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള ലിക്വിഡ് ഉണ്ട്, പിന്നെ കുറേ ബ്ലോ ചെയ്യാനുള്ള സാധനങ്ങളുണ്ട്. അങ്ങനെ മൊത്തം ക്ലീൻ കുറേ സെറ്റപ്പ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു USB ഉണ്ട്, പിന്നെ കുറേ ബാറ്ററി ഉണ്ട്. ഇതാണ് ഞങ്ങൾ ഈ സൈഡിലുള്ള മൊത്തം സംഭവങ്ങളും. പിന്നെ ഞങ്ങളുടെ സൗണ്ട് നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റോഡിൻ്റെ വീഡിയോ മൈക്ക് ഗോ എന്ന് പറഞ്ഞാൽ അടിപൊളി മൈക്കാണ് യൂസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ട്രാവലൊക്കെ ചെയ്യുമ്പോൾ ചില സ്ഥലത്ത് കൊണ്ട് ഭയങ്കര വിൻഡി ആയിരിക്കും. അപ്പോൾ കാറ്റിൻ്റെ ശബ്ദമൊക്കെ ഭയങ്കര ശബ്ദമൊക്കെ ആയിരിക്കും. അപ്പോൾ അത് കീപ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടി ഞങ്ങളൊരു മഫ്ളറും അതിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ചാണ് ഇപ്പോൾ ഞങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഞങ്ങളുടെ ക്യാമറ ബാഗിന് വെച്ചാണ്. ഇനിയും കുറേ ആക്സസറീസ് ഉണ്ട്, അതൊക്കെ എന്താണെന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങൾ സോണി A7 III ക്യാമറ വാങ്ങിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ നടത്തിക്കുന്ന ഏറ്റവും വലിയ അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മാവിക് പ്രോ ഡ്രോണാണ്. ഇതാണ് സംഭവം. ഇത്ര ചെറിയ ഡ്രോണാണെങ്കിൽ ഇതിൽ നിന്ന് പറഞ്ഞ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്. ഇതാണ് ഡ്രോൺ.
ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഈ കാണുന്നത് ഗിംബൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചെറിയൊരു ക്യാമറ ഉണ്ട്. ടോട്ടൽ 20 മിനിറ്റ്സ് ഇത് നിൽക്കുള്ളൂ. അതാണ് ഞങ്ങൾക്ക് 2 ബാറ്ററി ഉണ്ട്. ഇതാണ് അതിൻ്റെ റിമോട്ട് കൺട്രോൾ. നിങ്ങൾ ഞങ്ങളുടെ ജീപ്പ് റോഡ് ട്രിപ്പ് എന്ന് പറഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലാണ് എനിക്ക് ഇതുവരെ എടുത്ത ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഞങ്ങൾക്ക് കിട്ടിയാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഡ്രോൺ ഫുട്ടേജ് അതിൽ നിന്നാണ് പറയുന്നത്. ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ഫോണിൽ വീണ്ടും ഒരു റോഡ് ട്രിപ്പ് അടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഡ്രോണിൽ നിന്നുള്ള കുറേ ഷോർട്സ് ഉണ്ട്. വരുന്ന എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഗിംബലാണ്. ഞങ്ങളിത് വാങ്ങിച്ച ഓൾമോസ്റ്റ് 2 മാസമായിട്ട് ഇപ്പോഴും ഞങ്ങൾ യൂസ് ചെയ്ത് പഠിക്കാനുള്ള സംഭവങ്ങളൊക്കെ. ജയോൺ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ക്രെയിൻ 2 എന്ന് പറഞ്ഞ ഗിംബലാണ് ഞങ്ങൾ യൂസ് ചെയ്യണേ. അത്യാവശ്യം നല്ല ഹെവിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഞങ്ങൾ ഗ്രാൻഡ് കാനിയനിൽ പോയിട്ട് ഇതുപോലെ 2-3 മൈലൊക്കെ ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഈ സംഭവം പൊക്കി പിടിച്ചുകൊണ്ടാണ് ഞങ്ങൾ എടുത്ത ഷോട്ട്സുകൾ മൊത്തം നിങ്ങൾ കണ്ടേക്കണത്. ഞങ്ങൾക്ക് അത്രയും കഷ്ടപ്പാടായിരുന്നു ഓരോ ഷോട്ടിനും. ഇതിൻ്റെ മറ്റു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ താഴെ നമുക്കൊരു ചെറിയ ട്രൈപോഡ് ഫിറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഇത് ബാലൻസ് ഒക്കെ ചെയ്യാനായിട്ട് ഈ സംഭവം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഏതൊരു സ്ഥലത്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മുടെ കൈയൊക്കെ ഒരുപാട് കളയ്ക്കുകയാണെങ്കിൽ സംഭവം താഴെ ഇടുന്നു വെച്ച് നമുക്കെല്ലാം മാറി നല്ല സൂപ്പറായിട്ട് റെസ്റ്റും ചെയ്യാം. നല്ല ബട്ടറി സ്മൂത്തായിട്ട് നല്ല കിടിലൻ ഷോട്ടുകൾ മൊത്തം നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കാൻ പറ്റും. നിങ്ങൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞങ്ങളുടെ ഇതിന് മുമ്പത്തെ വീഡിയോസിനേക്കാളും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ട് ഇപ്പോൾ ഞങ്ങളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോസ് അത് മൊത്തം ഷൂട്ട് ചെയ്യുന്നത് ഈ ഗിംബൽ വെച്ചിട്ടാണ്. ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം ചെറിയ കഷ്ടപ്പാടുള്ളത് അത് ഞാൻ ചെയ്യാറില്ല. അത് റിയാണ് മൊത്തം ചെയ്യാറില്ലേ. ബാക്കിയുള്ള ഷോർട്സ് മൊത്തം ഞാൻ റിയ കൂടി എടുക്കും. ഇതാണ് ഞങ്ങളുടെ അടിപൊളി ഗിംബൽ. ഞങ്ങളുടെ അടുത്ത ആക്സസറി ഞങ്ങളുടെ പുതിയ ട്രൈപോഡാണ്. അത്ര വലിയ സംഭവം നല്ല ന്യൂവർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ അടിപൊളി ട്രൈപോഡാണ്. അത്യാവശ്യം വെയിറ്റൊക്കെ ഹാൻഡിൽ ഞങ്ങൾ ആമസോണിലെല്ലാം കിട്ടുന്ന റിവ്യൂ കണ്ട് ഞങ്ങൾ വാങ്ങിച്ചതാണ്. അത് വെച്ചാണ് ഞങ്ങളിപ്പോൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുമ്മാ കവർ മാത്രമേ ഉള്ളൂ. പിന്നെ ഞങ്ങളുടെ ക്യാമറ ബാഗിൻ്റെ അകത്തുള്ള മെയിൻ ആയിട്ടുള്ള ഐറ്റം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെയിൻ പ്രൈമറി ക്യാമറയാണ്. സോണി A7-3 ഞങ്ങളുടെ പ്രൈമറി ലെൻസ് 24-105 എന്ന് പറഞ്ഞ ലെൻസും. ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും ഇപ്പം പോയി ചെക്ക് ചെയ്യുക. ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളുടെയും ലിസ്റ്റ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് എന്തെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നേരെ ചെന്ന് ക്ലിക്ക് ചെയ്യുക, സംഭവം വാങ്ങിക്കാവുന്നതാണ്. ഞങ്ങൾ ഈ വാങ്ങിച്ചിരുന്ന എല്ലാ ഐറ്റംസും ഞങ്ങളുടെ ക്യാമറ ആണെങ്കിലും ഞങ്ങളുടെ ട്രൈപോഡ് ആണെങ്കിലും ഞങ്ങളുടെ ഡ്രോൺ ആണെങ്കിലും ഗിംബാണെങ്കിലും എന്തായാലും ഞങ്ങൾ ഒരുപാട് റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രം വാങ്ങിച്ചതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതെല്ലാം നല്ല ഓപ്ഷൻസാണ്. ഓരോ കേസ് ഇപ്പോൾ വീഡിയോ എടുത്തിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ക്യാമറയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. എനിക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ആൻസർ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും ഞങ്ങളെ അറിയിക്കുക. ഇതുപോലത്തെ കിണ്ണം കാച്ചി ട്രാവൽ വീഡിയോ ആയിട്ട് അടുത്ത വെച്ചാൽ വീണ്ടും കാണാം. ഓക്കെ.